ഒരു മതത്തിന്റെ ഒരുപാട് മതം അടക്കട്ടെ, ഒരു മതത്തിന്റെ പറയും. ഹൈന്ദവരുടെ കൃഷ്ണ ജയന്തി പോലെ, ക്രൈസ്തവരുടെ ദുഃഖവെള്ളി പോലെ, മറ്റുള്ള മതത്തിന്റെ ആചാരങ്ങളെ പോലെ ഘോഷയാത്രയിൽ കാണുന്ന കോപ്രായങ്ങളാണ് നിങ്ങളെ റബീഉൽ അവ്വലിലാകും നിങ്ങൾ കുട്ടികളെ വെച്ചിട്ട് ചെയ്യുന്നത്. അത് മതവുമായിട്ട് ഒരു ബന്ധമില്ല. അല്ല, അങ്ങനെ പറഞ്ഞാൽ പോരാ. അത് പോലെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്മട്ടം ബഹരിൽ കായം മുക്കിയാൽ അത് പറ്റൂല. സംഗതി ദീർഘനേരമായിരിക്കണം. എന്താണ് ഞങ്ങളെ ഘോഷയാത്രയിലുള്ള സംഗതി? അത് ആ ക്രിസ്ത്യാനികളിൽ നിന്ന് ഹിന്ദുക്കളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് എന്താണ് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതല്ലേ നമുക്കറിയാം. വിഷയം ഇപ്പൊ തീരുമാനമാകും. ഇപ്പൊ തീരുമാനമാകുമ്പോൾ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഘോഷയാത്ര നിങ്ങൾ കുട്ടികളിൽ കാണുന്ന പല കോപ്രായങ്ങളും അല്ല, അത് ശരി, അത് അതിന് ചികിത്സയില്ല. പല കോപ്രായങ്ങളും അങ്ങനെ ഒരുപാട് സഹോദരന്മാർ എല്ലാരും ചോദിക്കണം, എല്ലാവർക്കും മറുപടിയും കിട്ടും. മറുപടിയുടെ മാലപ്പടക്കത്തിന് വരെ തിരികൊളുക്കും. ഞാൻ മറുപടി എന്ന് പറഞ്ഞാൽ സംസാര കൈകൊണ്ട് ആംഗ്യം കാണിക്കലല്ല, സംസാരിക്കേണ്ടി വരില്ല. അതല്ല തമാശ. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം തീരുമാനമായില്ല. ഏത്? ഞങ്ങൾ മറ്റു മതസ്ഥരുടെ കുറെ കോപ്രായത്തങ്ങൾ, എന്താ പറഞ്ഞ കുറെ കോപ്രായങ്ങൾ അത് മനുഷ്യനോട് പറയാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കുന്ന ആളുകളോട് നേർക്ക് നേരെ എന്ന് പറയുമ്പോൾ ആ ജാതി ചോദ്യം ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിഞ്ഞ കാര്യമല്ലത്. നിങ്ങളെ ശക്തി ഭയങ്കര, നിങ്ങളെ ചോദ്യം ആ ജാതി ചോദ്യമല്ലേ, ഭയങ്കര വിശദീകരിക്കേണ്ട ചോദ്യമാണ്. പക്ഷെ ഞാൻ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. എന്താ വിഷയം? നിങ്ങൾ പറഞ്ഞല്ലോ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ഇതിലേക്ക് ഞങ്ങളിലേക്ക് ഞങ്ങളെ ഘോഷയാത്രയിലുണ്ട്. എന്താണത്? ഇതുവരെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വിശദീകരികൾ കവലപ്രസംഗം നടത്തല്ലേ, ഇത് പറയാൻ നല്ല സുഖമാണ്. ഞാൻ ഇവിടെ കവലപ്രസംഗം നടത്തുന്നത് ചോദിച്ചതിന് വ്യക്തമായ മറുപടി പ്രമാണസഹിത ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന വാദം തെളിയിക്കാൻ കഴിയണില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളെ ഘോഷയാത്രയിൽ ഹിന്ദുക്കളുടെ കുറെ കോപ്രായങ്ങളുണ്ട് എന്നാ. എന്ത് ചോദിച്ചിട്ട് കാണിക്കാൻ കഴിയില്ല. ഖലാസ്. രണ്ടാമത്തെ ആൾക്കും സത്യം ഗ്രഹിക്കട്ടെ. അള്ളാഹു നിങ്ങൾക്കും ഹിദായത്ത് നൽകട്ടെ. നിങ്ങൾക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. ആ ഹിദായത്തിൽ അള്ളാഹു നിങ്ങളെ ഉറപ്പിച്ചു നിർത്തട്ടെ. ശരി, രണ്ടാമത്തെ ആൾക്കും സത്യം ബോധ്യപ്പെട്ടു. ഇനി മൂന്നാമത്തെ ആള് ചോദിക്കും. അടുത്ത ആള് വരട്ടെ. ഇതുകൊണ്ട് കാര്യം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഈ വലിയ ജനസഞ്ചയം ഇവിടെ സമ്മേളിച്ചത്, ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക് ഇൻഷാ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ പ്രതിഫലം ഉണ്ടാകും. അള്ളാഹു കബൂലാക്കട്ടെ. ആളുകൾക്ക് ഇങ്ങനെ സത്യം തിരിയാണ്, ഉത്തരം മുട്ടും ചോദ്യം മുട്ടും. അപ്പൊ പിന്നെ ഓരോരുത്തർ അങ്ങനെ മയ്യത്തിന്റെ തലമെന്ന് പേനിറങ്ങി പോകുന്ന മാതിരി പോവന്നെ. അടുത്ത ചോദ്യം ചോദിക്കും. ഞാൻ അഷ്റഫ് യൂണിവേഴ്സിറ്റി, പിന്നെ റസൂലുള്ളാഹിന്റെ ജന്മദിനമാണ് ഈ റബീഉൽ അവ്വൽ 12 നിങ്ങൾ ആഘോഷിക്കുന്നത്. ജന്മദിനം റബീഉൽ അവ്വൽ 12 നിങ്ങൾ പറയുന്നുണ്ട്. ശരി, സമ്മതിച്ചു. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അത് സമ്മതിച്ചു. എന്നാല് ഞാൻ മുജാഹിദുകാരനെ സമ്മതിച്ചു നാളെ പറയാൻ നിൽക്കട്ടെ, കാരണം ഞാൻ മുജാഹിദുകാരനെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആളെ. പക്ഷെ റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി വഫാത്തായിരുന്നു. വഫാത്താണോ അല്ല ജന്മദിനാണോ, എന്താണ് നിങ്ങൾ ആഘോഷിക്കണമെന്ന് അറിഞ്ഞാൽ കൊള്ളേ. വളരെ നല്ല ചോദ്യം, അതാണ് പ്രസക്തമായ ചോദ്യം. വളരെ നല്ല ചോദ്യമാണ്. ഞാൻ നിങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നിങ്ങൾ മുജാഹിദ് ആവാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. കേട്ടെ, ഇത് ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് ഇതേ ചോദ്യം ഈ ഇമാം സുയൂത്തി തന്റെ അൽ ഹാബിരിൽ ഫതാവയിൽ ഇതേ ചോദ്യത്തിന് മറുപടി പറയുന്നു. എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചതും റബീഉൽ അവ്വൽ 12 തന്നെയല്ലേ? ആണ്. അപ്പൊ ഇവിടെ അത് ദുഃഖത്തിന്റെ ദിവസല്ലേ? അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ദുഃഖം ആചരിക്കാൻ പറ്റുമോ? ദുഃഖമാണോ ആചരിക്കേണ്ടതല്ല സന്തോഷമാണോ ആചരിക്കേണ്ടത്? മുജാഹിദ് സാധാരണ ചോദിക്കുന്ന ചോദ്യം. ഇതിന് 911 വഫാത്തായ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ അൽ ഹാബിരിൽ ഫതാവ എന്ന കിതാബിൽ വ്യക്തമായി കൃത്യമായി മറുപടി പറയുന്നു. എന്താ പറയുന്നത് എന്നറിയോ? കണ്ടോ? ശരീഅത്ത് ഹസ്സത്ത്, അത് പ്രേരിപ്പിച്ചിട്ടുള്ളത് അലാ ഇൽഹാരി ശുക്രി നിഅമി വസ്സബ്രി വസ്സുകൂതി വൽകത്മി ഇൻദൽ മസായിബി. മുസീബത്ത് വിപത്ത് എത്തുന്ന നേരത്ത് മുസ്ലിമീങ്ങളോട് ക്ഷമിക്കാനും സഹിഷ്ണുത പുലർത്താനും അതുപോലെ തന്നെ ആ മുസീബത്തുകളുടെ മേൽ പരമാവധി സഹനം പുലർത്താനുമാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്, പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതേ അവസരത്തിൽ അത് ജന്മത്തെ കുറിച്ചാണെങ്കിലോ അള്ളാഹുവിന്റെ ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ളത് ഹസ്സത്ത് അലാ ഇൽഹാരി ശുക്രി നിഅമി, നിഅമത്താകുന്ന ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മിലേക്ക് വെളിപ്പെട്ട ദിവസമാണ്, ഉദയം ചെയ്ത ദിവസമാണ്. അതിലും വലിയ ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം ലോകത്തില്ല. അതുകൊണ്ട് ആ അനുഗ്രഹത്തിന്റെ മേൽ ശുക്ർ പ്രകടിപ്പിക്കാനാണ് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്.
എന്നിട്ട് മഹാൻ പറയാ, അതുകൊണ്ടല്ലേ വഖദ് അമറ ശറഉ ബിൽ ഹഖീഖത്തി ഇൻദൽ വിലാദ, നമുക്കൊരു കുഞ്ഞുണ്ടായാൽ അതൊരു നിഅമത്താണല്ലോ, ആ നിഅമത്തിന് ശുക്ർ ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ശരീഅത്ത് നമ്മളോട് അഖീഖ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അതൊരു നിഅമത്താ. ആ നിഅമത്തിന് നമ്മൾ ശുക്ർ ചെയ്യണം. എന്താ ശുക്ർ? ആ കുട്ടിക്ക് വേണ്ടി ഒരു ജീവിയെ, ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു മൂരിയെ, പോത്തിനെ അറുത്ത് നമ്മൾ അഖീഖ അറുത്ത് കൊടുക്കുന്നു. അതെന്താ? നിഅമത്തിന് ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അതേ അവസരത്തിൽ വലം യഅ്മുറു ഇൻദൽ മൗതി, ശരീഅത്ത് കൽപ്പിച്ചിട്ടില്ല, വലം യഅ്മുർ കൽപ്പിച്ചിട്ടില്ല ഇൻദൽ മൗതി, മരിക്കുന്ന നേരത്ത് ഒരാളാണ് മരിച്ചാല് അയാളെ മരണത്തിൽ അനുശോചനം പ്രകടിപ്പിച്ചുകൊണ്ട് ബിദബ്ഹിൻ വലാ ഗൈരിഹി വലാ ബിഗൈരിഹി ബൽ നഹാ അനിൻ നിയാഹതി വഇൽഹാരിൽ ജസഇ. എത്രത്തോളം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വാവിട്ട് കരയുക, നിലവിളിക്കുക, മാറത്തടിക്കുക, അങ്ങനെയുള്ള പൊറുതികേട് കാണിക്കുന്ന പ്രവണതയെ തൊട്ട് പോലും ശരീഅത്ത് നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ കാരണം? അത് മുസീബത്ത് എത്തിയ ദിവസമാണ്. മുസീബത്ത് ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല, അത് ക്ഷമിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അന്ന് സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കുന്നത്. ഇവിടെ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഏതിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി എന്നതിന് വേണ്ടിയല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്നതിന്റെ പേരിലാണ്. തങ്ങൾ പറയാണ്, അതുകൊണ്ട് ശരീഅത്തിന്റെ മത നിയമങ്ങൾ, അടിസ്ഥാന നിയമങ്ങൾ അറിയിക്കുന്നു. അലാ അന്നഹു യഹ്സുനു ഫി ഹാദാ ശഹരി ഇൽഹാറുൽ ഫറഹി ബിവിലാദതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വിലാദത്ത്, ജനനം കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം, അത് സുന്നത്താണ് എന്ന് ശരീഅത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ദൂന ഇൽഹാരിൽ ഹുസ്നി ഫീഹി ബിവഫാതിഹി, റസൂലിന്റെ വഫാത്ത് കൊണ്ട്, വിയോഗം കൊണ്ട് ദുഃഖം പ്രകടിപ്പിക്കാനല്ല ശരീഅത്ത് നമ്മളോട് പറയുന്നത്. ഇമാം സുയൂത്തി നിങ്ങളുടെ അതേ ചോദ്യത്തിന് അതുപോലെ അതേ ചോദ്യം അപ്രകാരം എടുത്ത് മറുപടി പറയുന്നു. അപ്പൊ ഇത് ഇന്നും തന്നെ തുടങ്ങിയതല്ല, അതൊക്കെ ഇമാമികൾ വളരെ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. അതാ ഞങ്ങൾ ഈ പറയുന്നതൊക്കെ. മനസ്സിലായോ? അപ്പം ഈ സുന്നി പള്ളികളിലൊക്കെ റബീഉൽ അവ്വൽ വെള്ളിയാഴ്ച നവാത്തി ഖുതുബയില് അള്ളാന്റെ റസൂലിന്റെ വിയോഗത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുന്നില്ലെന്നുള്ള ആ ചോദ്യങ്ങളൊക്കെ അത് നവാത്തി ഖുതുബിന്റെ അർത്ഥത്തിലുണ്ടെന്ന് മുജാഹിദ് മൗലവിമാർ അത് പറയുമ്പോൾ പറഞ്ഞു. അതിനെ പറ്റിയിട്ട് എന്താ പറയുള്ളത്? അങ്ങനെ ഒരു സംഭവം ഇല്ല. നല്ലോണം പറയാണ്ട്. എനിക്ക് നിങ്ങളെ വാല് പൊന്തിച്ചപ്പോ തിരിഞ്ഞിട്ട് ഇത് എടുക്കാൻ പോണത് അല്ല, ഞങ്ങളെ കുറ്റപ്പെടുത്തിയല്ല. നല്ല ചോദ്യമാണ്, മറുപടി പറയും. അതല്ല രസം. കബറ് കിടക്കണം, നമുക്ക് ആരും ഉണ്ടാവില്ല. ഞമ്മക്ക് മാത്രല്ല, ഈ കാണുന്ന എല്ലാവർക്കും കബറ് കിടക്കണം. എല്ലാവർക്കും കബറ് കിടക്കണം. ഖബറിൽ റസൂലുള്ളാഹിനെ അങ്ങനെ കാണണമെങ്കിൽ സുന്നി ആയിക്കോളി, മുജാഹിദായ അതിന് കഴിയൂല. ഇടയ്ക്ക് ഞാൻ പറയാം, പേരല്ല സുന്നി ആകന്നെ വേണം, പേരുണ്ടായിട്ടല്ല, സുന്നി തന്നെ ആവണം. മുജാഹിദ് ഞാൻ സുന്നിയാന്ന് പറഞ്ഞോണ്ട് സുന്നി ആവൂല. അത് വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. സാധാരണഗതിയിൽ മുജാഹിദ് ചോദിക്കുന്ന ഒരു വലിയ സംഗതിയാണ്, ആ നുബാത്തി ഖുത്ബ എടുക്കും. അതന്നെ നുബാത്തി ഖുത്ബ എടുക്കും. കണ്ടോ, നുബാത്തി ഖുത്ബയിൽ പറയുന്നത് കണ്ടോ? എന്ത് കണ്ടോ? എന്തിനാ ഈ നുബാത്തി, ഈ വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ഖുത്ബ എന്താന്ന് തിരിയണ്ടേ? അത് തിരിയാത്ത കുഴപ്പം. അതൊക്കെ ഇതൊന്നും ദീനിന്റെ അടിസ്ഥാനം പേർക്കൊന്നും തിരിയില്ല. അതാണ് എന്റെ സത്യം. മൗലവിമാർ പഠിപ്പേ ചപ്പടാച്ചിക്കനെ പഠിച്ച് നടക്കും. ഖുത്ബയിൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഖുത്ബ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സുന്നത്തായ കർമ്മങ്ങളും കൂടി പഠിപ്പിക്കാനുള്ളതല്ല ഖുത്ബ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞങ്ങൾ പറയും എത്ര സുന്നത്തയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യണ എ മുതൽ സെറ്റ് വരെയുള്ള എല്ലാ സുന്നത്തും കൂടി ഖുത്ബയിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിപ്പിക്കാറുമില്ല. ഒരു ഖുത്ബയിലും നടക്കൂല. ഖുത്ബയുടെ സ്വഭാവം എന്താ? അത് തിരിയാത്തോണ്ടാണ് ഈ പ്രശ്നം. അതാണ് ഖുത്ബയുടെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, ജനങ്ങളെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുക, തെറ്റിൽ നിന്ന് ഒഴിവാക്കുക. അതാണല്ലോ എല്ലാ ഖുത്ബയിലും നിർബന്ധ. തഖ്വ കൊണ്ടുള്ള വസിയത്ത് അല്ലേ? തഖ്വ കൊണ്ടുള്ള വസിയത്ത് എല്ലാ ഖുത്ബയിലും നിർബന്ധ. നമ്മൾ എല്ലാ ഖുത്ബയിലും ഇത്തഖുല്ലാഹ് അല്ലെങ്കിൽ ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ് എല്ലാ ഖുത്ബയിലും കാണും. തെറ്റുകളിൽ നിന്ന് ആളുകളെ ഒഴിച്ചു നിർത്തുക, ഖൈറാത്തുകൾ നന്മയിലേക്ക് ആളുകളോട് വരാൻ പറയാം. ഇതാണ് ഖുത്ബയുടെ ലക്ഷ്യം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും ചോദ്യം ചോദിക്കും. നേരത്തെ പറഞ്ഞ ഞാൻ 3 ആൾക്ക് ഒരേ മറുപടി പറയേണ്ടി വന്നു.
മൂന്നാളും അബൂ സിദ്ദീഖ് ചെയ്തില്ല, ഉമർ ഫാറൂഖ് ചെയ്തില്ല. ഈ പറഞ്ഞതിന്റെ ചോദിച്ചതിന്റെ മറുപടി ഈ പറഞ്ഞത് ഇങ്ങനെ തുരുതുരേ പറയാ. പിന്നെയും കാരണം അവിടുന്ന് ആഫീസിൽ നിന്ന് കിട്ടിയ ചോദ്യത്തല്ലേ ഇത് പിന്നെയും പറയാണ്. എന്തുകൊണ്ടാണ് ഈ പറയണതൊന്നും മനസ്സിലാക്കണം. നിങ്ങളൊക്കെ ബുദ്ധി മുജാഹിദ് ആഫീസിൽ പണയം വെച്ചിട്ട് നിങ്ങൾ പോകുന്നത്. അവിടുന്ന് ഇങ്ങനെ പോകാം. നിങ്ങൾ മുജാഹിദാന്നല്ല കേട്ടോ, ഹാഷാവക്കല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു നിങ്ങളത്തോട്ട് കാത്ത് രക്ഷിക്കും ചെയ്യട്ടെ. നമ്മളെ വിഷയം ഇവിടെ ചോദിച്ച ആളുകളെ പറ്റിയാണ്, മുജാഹിദുകളെ കുറിച്ചാണ്. അപ്പൊ ഈ ഖുതുബയിൽ പറയുന്നത് ഇതാണ്. ഏത്? ലോകത്തുള്ള എല്ലാ സുന്നത്തുകളും പഠിപ്പിക്കാനുള്ളതല്ല നബാത്തി ഖുതുബ. നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താണ്? തഖ്വ കൊണ്ടുള്ള വസിയ്യത്താണ് ഇതിലെ മുഖ്യം. തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരണം, ചീത്ത കാര്യങ്ങൾ ഇത് മാറി നിൽക്കണേ. നബാത്തി ഖുതുബകളൊന്ന് പഠിച്ചു നോക്കി, ആദ്യം മുതൽ അവസാനം വരെ. ഞങ്ങൾ അതൊക്കെ പഠിച്ചവരും പഠിപ്പിച്ചു കൊടുക്കുന്നവരാ. നിങ്ങൾക്ക് ആ ഒരു തുണ്ട് മാത്രം നോക്കി ഇങ്ങനെ വരുന്ന പരിഭാഷ നോക്കി വായിച്ചു തരുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ. അതിന്റെ പൊതു സ്വഭാവമാണിത്. ജനങ്ങൾക്ക് ഓരോ ആഴ്ച വരുമ്പോൾ തെറ്റുകളിൽ നിന്ന് മാറിയിട്ട് നന്മയിലേക്ക് ഇങ്ങനെ വരണം, അതിലേക്കൊരു പ്രചോദനം കൊടുക്കുക. ഇതാണ് ഖുതുബയുടെ പൊതു സ്വഭാവം. അല്ലാതെ ഒരാഴ്ചയിൽ ചെയ്യേണ്ട എല്ലാ സുന്നത്തുകളും ഇങ്ങനെ എണ്ണി പറയാനുള്ളതാ? ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന ഏ മുതൽ സെറ്റ് വരെയുള്ള സുന്നത്തൊക്കെ പാടെ ചൊല്ലി പറയാനുള്ളതാണോ ഖുതുബ? അത് ഖുതുബ അല്ല, മുത്തഫയ്യിദ് 10 കിതാബ്, ഫത്ഹുൽ മുഈൻ, തുഹ്ഫ, നിഹായ, അതൊക്കെ അതിലുള്ളതൊക്കെ. ഇതിൽ ജനങ്ങളെ പൊതുവിൽ തെറ്റുകളിൽ നിന്ന് ഒഴിവാക്കുക, നന്മയിലേക്ക് പ്രേരിപ്പിക്കുക. അതിന് വേണ്ട കാര്യങ്ങളാണ് എല്ലാ ഖുതുബയിലും പറയാറുള്ളത്. അപ്പൊ അതിൽ പറയേണ്ടത് എന്താ? തെറ്റുകളിൽ നിന്ന് ജനങ്ങളെ, നിങ്ങൾ തെറ്റുകളിൽ മുങ്ങിപ്പോകരുതേ. അള്ളാന്റെ റസൂൽ വഫാത്തായ മാസാണ് റബീഉൽ അവ്വൽ. ആ റസൂല് വരെ വഫാത്തായിട്ടുണ്ട്. റസൂല് വരെ വഫാത്തായിട്ടുണ്ട്. പിന്നെ നമ്മൾ വഫാത്താകാതിരിക്കുവോ? നമ്മക്കും മരിച്ചു പോണ്ടേ? അപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്യരുതേ, നിങ്ങൾ ഖൈറ് ചെയ്യണേ. ഇതാണ് ഇതിൽ ഈ പറയുന്നതിന്റെ ആകത്തുക. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് പറയുമ്പോ അപ്പൊ മീലാദാഘോഷം പറഞ്ഞില്ല, അത് സുന്നത്താണ് ഈ പറയേണ്ടതല്ലേ? പറയേണ്ടതില്ല. എത്ര സുന്നത്ത് നബാത്തി ഖുതുബയിൽ പറയാതെ പോയിട്ടുണ്ട്? ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ സുന്നത്തും കൂടി പറയാനുള്ളതല്ല നബാത്തി ഖുതുബ. നബാത്തി ഖുതുബ അല്ലെങ്കിൽ മറ്റു ഖുതുബയുടെ സ്വഭാവം എന്താ? തെറ്റുകളിൽ നിന്ന് മാറ്റിയെടുക്കുക, നന്മയിലേക്ക് അവരെ പരിവർത്തിച്ചു കൊണ്ടുവരിക. അതിന് വേണ്ട ഉത്ബോധനാണ് ഖുതുബ എന്ന് പറയുന്നത്, അറബിയിലുള്ള ഉത്ബോധനാണ്. അപ്പൊ അതിന് പറയേണ്ടത് ഇതാണ്. അവിടെ പറയേണ്ടത് ഇതാ, നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. അള്ളാഹുവിന്റെ ഹബീബ് മരിച്ചു പോയിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. നമ്മളും മരിച്ചു പോവേണ്ടവരാണ്. റസൂലുള്ള വഫാത്തായപ്പോ സിദ്ദീഖുൽ ഫാത്തിമ ബീവി കരഞ്ഞിട്ടുണ്ട്, ഹസൻ ഹുസൈൻ കരഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ സഹാബത്തൊക്കെ കരഞ്ഞിട്ടുണ്ട്. അവരൊക്കെ കരഞ്ഞിട്ട് കൂടി റസൂല് മരിച്ചുപോയി, വഫാത്തായി. എന്നാ അതുപോലെ നമ്മളും മരിച്ചു പോവേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യണേ. എന്താ ഖുതുബ? നബാത്തി ഖുതുബ എന്ന് പറഞ്ഞത് മനസ്സിലായോ? ഇതിൽ മൗലിദാഘോഷം അല്ല പറയേണ്ടത്. ഇതിൽ പറയേണ്ടത് ഇത് തന്നെയാണ്. അല്ലാതെ സുന്നത്തുകൾ ഏതൊക്കെയെന്ന് എണ്ണി പറയല്ല. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലായിക്കണമെങ്കിൽ നിങ്ങൾ അച്ഛൻ ചോദിച്ചോളി, പറയും. ഇതൊന്ന് പറയാൻ എനിക്കൊരു അവസരം ഇല്ലാതെ കാത്തുകയായിരുന്നു ഞാൻ. ഇതൊന്ന് ഇപ്പൊ ചോദിച്ചത് നന്ദി. പറയും. ഇപ്പൊ നബാത്തി ഖുതുബയിൽ പിന്നെ മീലാദുൻ നബി എന്ന് പറഞ്ഞിട്ടൊരു വിഷയമുണ്ടോ? അടുത്തതായിട്ട് ഈ റബീഉൽ അവ്വലിൽ ഓതാനുള്ള ഖുതുബയിലായിട്ട് മീലാദുൻ നബി എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അന്ന് ഇവിടെ വന്ന് മൗലവി അന്ന് പറഞ്ഞിരുന്നു, ഇവിടുന്ന് സ്റ്റേജുമെന്ന് പറഞ്ഞിരുന്നു. നബാത്തി ഖുതുബയിൽ രണ്ടാമത് പിന്നെ പഴയ ഓതി വരുന്നതിലല്ല, രണ്ടാമത് പുതിയത് വന്നതിലുണ്ട് മീലാദുൻ നബി എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. നാലാമത്തെ മൂന്നാമത്തെ ഖുതുബയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് അങ്ങനെ സംഭവം ഇല്ല. അപ്പൊ നബാത്തി ഖുതുബയിൽ അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ടോന്നാ ചോദിച്ചേ? അല്ല, പിന്നെ രണ്ടും കൂടെ പറഞ്ഞ വൈരുദ്ധ്യമല്ല. അത് ഇല്ലാന്ന് ആദ്യം പറയാം, പിന്നെ ഉണ്ടെന്നും പറയാം. അങ്ങനെ പറയും. അങ്ങനെ ഉണ്ടോന്നാ ചോദിച്ചേ? നബാത്തി ഖുതുബയിൽ അങ്ങനെ ഇല്ലാന്നാ ഞാൻ പറഞ്ഞത്. നബാത്തി ഇന്ന് നമ്മൾ ഓതുന്ന സാധാരണ ഓതുന്ന നബാത്തി ഖുതുബയിൽ അങ്ങനെ ഇല്ലാന്നപ്പ ഞാൻ പറയണത്. അപ്പൊ ഇത്ര വലിയൊരു സന്തോഷം പറഞ്ഞ സംഗതിയല്ല ഇവിടെ. ഇവിടെ ജനങ്ങളെ തഖ്വയിലേക്ക് പ്രേരിപ്പിക്കുക. അതെന്താ പറയണ്ടത്? അല്ല, ഇത്ര അള്ളാന്റെ റസൂലിന്റെ നമ്മുടെ ആഗമനം എന്ന് പറഞ്ഞാൽ ആ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുക. അള്ളാന്റെ റസൂലിന്റെ വിയോഗത്തിൽ നമ്മൾ അങ്ങനെ ഒരു റഹ്മത്ത് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. നമ്മളോട് ദുഃഖം ആചരിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മളോട് ദുഃഖാചരണം ശരീഅത്ത് കൽപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ റബീഉൽ അവ്വൽ 12 നമ്മൾ ദുഃഖം ആഘോഷിക്കാൻ ദുഃഖം അങ്ങനെ കറുത്ത കൊടിക്ക് നാട്ടാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഈ ദുഃഖം കൊണ്ട് നമ്മൾ എന്തെങ്കിലും നടക്കാൻ പറഞ്ഞിട്ടില്ല. ദുഃഖം ആചരിക്കുക, ദുഃഖം അങ്ങനെ പ്രകടിപ്പിക്കുക, അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. അപ്പോഴേ ക്ലിയർ ആയിട്ടുള്ളൂ നമ്മൾ രണ്ടാളും പറഞ്ഞത്. അങ്ങനെ വേണ്ടതില്ല. പിന്നെ എന്താ വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് നേരത്തെ ചോദിച്ച ആള് ചോദിച്ചു. പിന്നെ നേരത്തെ കേട്ടെ. ഇപ്പൊ ഈ നബാത്തി ഖുതുബ മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ പറഞ്ഞത് തന്നെ. അല്ല, സുന്നികൾക്ക് പറയാനുള്ള ഞങ്ങൾ പറഞ്ഞതല്ലേ? അതന്നെ, അത് മനസ്സിലായല്ലോ. കേട്ടു. പിന്നെ കേൾക്കല്ല എന്താ
കോരി തരുന്നത് എന്റെ സംശയത്തിനെ ദൂരീകരിക്കാൻ മാത്രം നിങ്ങളുടെ ഉത്തരത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ അത് നിങ്ങളെ സംശയം അല്ലല്ല, സംശയം പറഞ്ഞതിന് ഇപ്പൊ നിങ്ങളെ മനസ്സിൽ വേറെ സംശയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞ സംശയത്തിന് മറുപടി റെഡിയായി. പറഞ്ഞ സംശയത്തിനുള്ള മറുപടി ഞങ്ങൾ ഉത്തരം ഇവിടെ പറഞ്ഞു. ആ പറഞ്ഞ ഉത്തരത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളെ മനസ്സിലുള്ളതിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല, കാരണം ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല, അതിന്റെ അടുത്തെത്തിയിട്ടുള്ളൂ. പിന്നെ അത്ര ഉണ്ട്, ഉറപ്പല്ലേ? നിങ്ങൾക്ക് തന്നെയല്ലേ പണി. ഉറപ്പാണ്, അവിടേക്ക് എത്തിയിട്ടില്ല. നേരത്തെ ചോദിച്ച ആൾ ചോദിച്ചു മീലാദുൻ മറ്റേ ഹിന്ദുക്കളുടെ ശ്രീവേലിയും തമ്മിൽ എന്താണ് ബന്ധം, എന്താ ബന്ധം ഉസ്താദ് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ വഴിയിലെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട്, ഈ ബ്ലോക്ക് സൃഷ്ടിച്ചുകൊണ്ട് ഈ റാലി ശ്രീവേലിക്കും ഉണ്ട് നമ്മുടെ റബീഉൽ അവ്വലിന്റെ അതൊരു വളരെ വളരെ കാലപ്പെട്ട അങ്ങനെ അതൊക്കെ പ്രസക്തമായ വർത്താനല്ലേ? എന്ത് നല്ല വർത്താനാ പറഞ്ഞത്. ഹേയ്, അങ്ങനെ പറയണം. മറ്റേ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളൊരു സംശയം ഉണ്ട്, അതിന് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അത് മനുഷ്യന്മാരോട് പറയേണ്ട വർത്താനല്ല. മനസ്സിന്റെ ഉള്ളിൽ മറുപടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരെ തൊള്ളോട് പറഞ്ഞാലേ മറുപടി പറയാൻ കഴിയുള്ളൂ. അതിരിക്കട്ടെ, ഇപ്പൊ ചോദിച്ചത് നല്ല ചോദ്യം. അതെന്താ? ഈ വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ടും ജനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുമുള്ള ഒരു മീലാദ് റാലി, അത് ശ്രീകൃഷ്ണ ജയന്തിയിലുണ്ട്, മീലാദ് റാലിയിൽ ഉണ്ട് ഞങ്ങൾ പറഞ്ഞത്. മീലാദ് റാലിയിൽ ഇല്ല. അങ്ങനെ പിന്നെ ഈ വഴിയിൽ ആളുകൾക്ക് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു റാലി പറ്റൂല. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. അതേ അവസരത്തിൽ ഞങ്ങളെ റാലിയിൽ ആരും അങ്ങനെ ഞങ്ങൾ ഇനി അവിടെ നിൽക്കട്ടെ, റാലി രാഷ്ട്രീയക്കാർ പ്രകടനം നടത്തും പോലെ 4 ആളെ ഉണ്ടാവും, 4 പേരെ തടഞ്ഞിട്ട് ബ്ലോക്ക് ആക്കിയിടും, അങ്ങോട്ടും ബ്ലോക്ക്, എന്നിട്ട് ഓല അങ്ങനെ അവിടെ വിളയാട്ടം നടത്തുക. അങ്ങനത്തെ ഒരു പരിപാടി ഞങ്ങളില്ല, അങ്ങനത്തെ ഒരു പരിപാടി ഞങ്ങൾ നടത്തലില്ല. പിന്നെ ഞങ്ങളെ റാലി പോകുമ്പോൾ ചെറിയ കുട്ടികളാണ്, അപ്പൊ വാഹനം മെല്ലെ പോകേണ്ടി വരും. ചിലപ്പോൾ ഒരു സെക്കൻഡ് അവിടെ നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ ഒരു മിനിറ്റ് നിർത്തേണ്ടി വരും. ഇതിന് ബ്ലോക്ക് എന്ന് പറയില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴേക്കത് ശിർക്കാവും, നരകത്തേക്കാവും. അങ്ങനെ ഒട്ട് ഇല്ലേനി, അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ മയ്യത്തോണ്ട് പോകുമ്പോഴും നമ്മൾ വണ്ടി നിർത്തുന്നില്ലേ? അപ്പൊ ഇനി മുതൽ മയ്യത്തോണ്ടാൻ പാടില്ല എന്ന് പറയേണ്ടി വരൂലേ? എവിടുന്നായി വരുന്നത്? അതാ നിങ്ങൾ പഠിക്കണേ. നിങ്ങൾ ഞങ്ങളൊക്കെ ഒന്ന് പഠിക്കും, ഞങ്ങളെ ദീൻ എന്താണ്. നിങ്ങൾ വെറുതെ മൗലവിമാരൊക്കെ ഒന്ന് പഠിക്കല്ലേ? മയ്യത്തോണ്ട് പോകുമ്പോ അതിക്കൊരു എത്ര സ്ഥലത്ത് വണ്ടി ബ്ലോക്ക്, എത്ര നേരം അതാണ് പോവോളം, എന്നിട്ട് പോകും ചെയ്യും. അതിൽ ആർക്കും ഒരു പരാതിയില്ല. എന്നാ അത്ര തന്നെ ഉള്ളൂ. ഞങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ ഉസ്താദന്മാർ ഞങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, ബ്ലോക്ക് ആകാതെ റാലി നടത്തണേ. അപ്പൊ ഞാൻ കണ്ടോ, ഞങ്ങൾ ബ്ലോക്ക് ആവാതെ തന്നെ ഒരു ഭാഗത്തൂടെ വണ്ടി അങ്ങനെ വിടും. ചിലപ്പോൾ ഒരു മിനിറ്റ് ഒക്കെ നിൽക്കേണ്ടി വരും. അതിപ്പോ എല്ലാവരും നിൽക്കും. ഇപ്പൊ മാത്രമല്ല, എപ്പോഴും നിൽക്കലുണ്ട്. അത് മുജാഹിദിന്റെ സ്റ്റേജ് സമ്മേളനം നടക്കുമ്പോൾ എത്ര ഞങ്ങൾ നിൽക്കല്, ഞങ്ങളൊക്കെ ബ്ലോക്ക് ആയത് എത്ര വെച്ചിട്ടാ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പാടില്ലാത്ത നരകത്തേക്കാന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ അത്രയുള്ളൂ. അതൊന്നും വലിയ ശാഖാപരമായ ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിച്ചിട്ട് ഊതേണ്ടതില്ല. അതുകൊണ്ട് ദീനോട്ട് മാറൂല. ഇത് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും നടക്കുന്നതാണ്. അതുകൊണ്ട് ഇനി മുതൽ മയ്യത്തൊന്നും കൊണ്ടുപോകാൻ പാടില്ല പള്ളിക്കാട്ടിക്ക്. അവനാന്റെ വീട്ടുവളപ്പിൽ കുഴിച്ചിടേണ്ടതാകുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റൂലേ. അതുപോലെ തന്നെ മൗലിദാഘോഷവും റാലിയും പാടില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അടുത്ത ചോദ്യം ചോദിച്ചോളി. മറുപടി ഇങ്ങനെ വരില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? നേരത്തെ ഉസ്താദ് പ്രസംഗിച്ചപ്പം പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഘോഷിച്ചത് ഞാൻ വേറെ പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ വേറെ എന്താണ് അത് മാറ്റിവെച്ചത്? മാറ്റിവെക്കാനുള്ള കാരണം ആ പറഞ്ഞ ആയത്ത് ഞങ്ങൾക്ക് മതിയായ തെളിവായതുകൊണ്ടാണ്. ആയത്ത് ഞങ്ങൾക്ക് മതിയായ തെളിവാണ്, അതുകൊണ്ടത് മാറ്റി വെച്ചത്. ആയത്തിന്റെ അർത്ഥം ശരിയാകണമെങ്കിൽ സിദ്ദീഖുൽ മൗലൂദ് പറഞ്ഞെങ്കിലേ അപ്പോ ഈ ആയത്തിന്റെ അർത്ഥം ശരിയാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മുജാഹിദ് രാജ്യവ്യാപകമായി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങൾ അടിവേരെ അറുത്തിട്ടെങ്കിൽ ബാക്കി വർത്താനുള്ളൂ. അതാ ഞങ്ങളെ പരിപാടി. ആയത്ത് തന്നെയാണ്, അത് തെളിവ് തന്നെയാണ്. അതിന് സിദ്ദീഖുൽ അക്ബറും കൂടി ചെയ്തെങ്കിലേ ആയത്ത് തെളിവാകൂന്ന് ഒരു തെറ്റായ ധാരണ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ മുജാഹിദ് കുൽസിതമായ ശ്രമങ്ങൾ നടത്തുന്നു. വിവരമുള്ളവരുടെ മുമ്പിൽ അത് വിലപ്പോവുകയില്ല എന്നാ ഞങ്ങൾ പറയണത്. അതുകൊണ്ടാണ് ഞങ്ങളത് മാറ്റിവെച്ചത്. ഇനി പറഞ്ഞോളി. മാറ്റിവെച്ചോന്ന് പറഞ്ഞൂടെ? പറയും. ചോദ്യം വന്നാ പറയും. അപ്പൊ ഇത് ആയത്തിന്റെ ഭാഗമല്ല. അത് ഞാൻ വീണ്ടും പറയണം, ആയത്തിന്റെ ഭാഗമല്ല. ആയത്ത് അതിന്റെ അർത്ഥവും അത് തെളിവിനും പറ്റുന്നത് തന്നെ, അത് വേറെ തന്നെയാണ്. അത് കഴിഞ്ഞു, നിൽക്കട്ടെ. അതിന് തെളിവാണ്, അത് തെളിവ് തന്നെയാണ്, അത് റെഡിയാണ്, അത് ഓക്കെയാണ്. അതിന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെയ്തെങ്കിലേ ഇത് ആയത്ത് തെളിവാകുന്നില്ല. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, ഞാൻ പറയാണ്. അതാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. അതാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. എന്ത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെയ്തെങ്കിലേ ഈ ആയത്ത് ഞങ്ങൾ പറഞ്ഞ വിഷയത്തിന് തെളിവാകൂ എന്നില്ല. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത് വേറെ, ആയത്ത് വേറെ. ഒരു വിഷയം ഇസ്ലാമിൽ തെളിവാവാൻ ആയത്ത് റെഡിയാണ്. 100% ആയത്ത് തന്നെ. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ഞങ്ങൾ വായിക്കും. അതെന്താന്ന് പറഞ്ഞുതരാലോ. പക്ഷെ അത് പറഞ്ഞെങ്കിലേ ആയത്തിന്റെ അർത്ഥം ശരിയാവൂ. അത് മിഥ്യാധാരണയാണ്, അത് മൗഢ്യമാണ്, അത് പൊട്ടത്തരാണ്, അത് മണ്ടത്തരാണ്. അത് ഞങ്ങൾ ജനങ്ങളോട് ആവർത്തിച്ച് പറയട്ടെ. ഇത് ജനങ്ങൾക്കൊന്നും പഠിക്കണം, ജനങ്ങളെല്ലാവരും.
കാരണം ഇത് ഒരായത്താണ് പറഞ്ഞ അപ്പൊ പറയും സിദ്ദീഖുൽ അക്ബർ ചെയ്തു, ഉമർ ഫാറൂഖ് ചെയ്തു, അങ്ങനെ ഒരു സംഗതി ഇല്ല. ആയത്ത് തെളിവാകണമെങ്കിൽ സിദ്ദീഖുൽ അക്ബർ ചെയ്യാതിരിക്കുക എന്നുള്ള ആയത്തിന്റെ വിഷയമേ അല്ല. ഇനി സിദ്ദീഖുൽ അക്ബർ ചെയ്തോ, ഞാൻ വായിച്ചു തരാലോ, അതല്ല രസം, അത് തീർപ്പെട്ടതല്ല, അത് വേറെ അർത്ഥമാണ്. ഞങ്ങൾ പറഞ്ഞുതരാം, വായിച്ചോളൂ, കേട്ടോളൂ. قال أبو بكر الصديق رضي الله عنه من أنفق درهما على قراءة مولد النبي صلى الله عليه وسلم كان رفيقي في الجنة. ആരെങ്കിലും ഒരു ദിർഹം അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതാൻ വേണ്ടി ചെലവഴിച്ചാൽ കാന റഫീഖി ഫിൽ ജന്ന, അവൻ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ്. പറയട്ടെ, ഇത് ഏത് ഹദീസിലാണ് ഇത്? അത് ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ അൻ-നിഅമത്തുൽ കുബ്ര അലൽ ആലം എന്ന ഗ്രന്ഥം. ഇതാ അൻ-നിഅമത്തുൽ കുബ്ര അലൽ ആലം, ഇതാ അതിലാണ്. കിതാബ് വേണേ അറബി അറിയെങ്കിൽ ഞാൻ കാണിച്ചു തരും ചെയ്യാം. അടുത്ത